മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ്. തിങ്കളാഴ്ച EDക്ക് മുന്നിൽ ഹാജരാകണം. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. അലി അക്ബർ ഷാ, CMRLലെ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചതുപോലെയല്ല ശശിധരൻ കർത്തയെ വിളിപ്പിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞേ തീരൂ എന്ന ഒരു ഘട്ടത്തിലേക്ക് EDയുടെ അന്വേഷണം എത്തുകയാണോ? തീർച്ചയായും സുജയ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്ന് ED ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നത് ഈ CMRLലെ ഫിനാൻസ് ഉദ്യോഗസ്ഥരെയായിരുന്നു, ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയായിരുന്നു. അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എക്സാലോജി കമ്പനിയും CMRLും തമ്മിൽ നടത്തിയ 1.72 കോടി ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. എന്നാൽ അവർ ഹാജരായിരുന്നില്ല. ആ ഘട്ടത്തിൽ തന്നെ കൂടുതൽ പേരിലേക്ക്, അതായത് CMRLന്റെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഭാരവാഹികളിലേക്ക് ഉടൻ തന്നെ നോട്ടീസ് എത്തുമെന്ന സൂചന ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ CMRLന്റെ MD തന്നെയായ ശശിധരൻ കർത്തയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് ഇപ്പോൾ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ SFIO ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്വേഷണം നടത്തുന്നത്. ആദായ നികുതി വകുപ്പിന്റെയും അതുപോലെ തന്നെ SFIOയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തിയിരുന്നത്. എന്തായാലും കൂടുതൽ പേരിലേക്ക് നിലവിൽ ശശിധരൻ കർത്തയ്ക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് CMRLന്റെ തലപ്പത്തിരിക്കുന്നവരിലേക്ക് തന്നെ ഉടൻ തന്നെ അന്വേഷണം എത്തുന്നു എന്ന നിലയിലുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ പിന്നോട്ടില്ല, കൃത്യമായ ചോദ്യം ചെയ്യലും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് തന്നെയാണെന്ന് ഉറച്ച നിലപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുകയാണ്. ശശിധരൻ കർത്ത തിങ്കളാഴ്ച ഹാജരായി കൃത്യമായ വിവരങ്ങൾ നൽകിയില്ല എങ്കിൽ മറ്റ് നിലകളിലേക്ക് അന്വേഷണം, കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നേക്കും. സുജയ, തിങ്കളാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ടോ, മറ്റാരെയെങ്കിലും വിളിപ്പിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് EDയുടെ നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട്? സുജയ, പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത് ഈ എക്സാലോജി കമ്പനിയും ഈ CMRLും തമ്മിൽ നടത്തിയ 1.72 കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു. ഈ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇന്ന് ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചിരുന്നത്. CMRLന്റെ ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ഇന്ന് വിളിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ ഉദ്യോഗസ്ഥർ ഹാജരാകില്ല എന്നും അഭിഭാഷകർ മുഖേന EDയുമായി വിവരങ്ങൾ, രേഖകൾ കൈമാറുമെന്ന നിലയിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ, സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ രീതിയിലുള്ള നടപടിയും CMRLന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അഭിഭാഷകരെ അയക്കുക ഉൾപ്പെടെയുള്ള നടപടികളും ഇന്ന് ഉണ്ടായിട്ടില്ല. ആ ഘട്ടത്തിലാണ് കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക്, CMRLന്റെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളിലേക്ക് ഉടൻ തന്നെ അന്വേഷണം എത്തും, നോട്ടീസ് അയക്കുമെന്ന നിലയിലുള്ള സൂചന EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് ശരിവെക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി. CMRLന്റെ MD തന്നെയായ ശശിധരൻ കർത്തയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ED നോട്ടീസ് അയച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ തിങ്കളാഴ്ചയിലെ ചോദ്യം ചെയ്യലിൽ സാധിച്ചില്ല എങ്കിൽ, എങ്കിൽ തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എങ്കിൽ കൂടുതൽ നടപടിക്രമങ്ങൾ എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സുജയ, അതായത് ഇതൊരു തുടർച്ചയാണല്ലോ, തുടർ പ്രക്രിയയാണല്ലോ. എക്സാലോജിക്കിന്റെ MDയും ഇതുപോലെ തന്നെ, വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളും ഇതുപോലെ തന്നെ EDയുടെ മുന്നിലേക്ക് അടുത്തയാഴ്ച വരാൻ പോകുന്നു എന്നതിന്റെ ഒരു കർട്ടൻ റൈസർ ആണോ അലി ഇത്? അങ്ങനെ വേണം മനസ്സിലാക്കാൻ സുജയ. കാരണം ഈ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുന്നു, അതിനുശേഷം അവർ ഹാജരാകാത്ത ഘട്ടത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തുമെന്ന സൂചന നൽകുന്നു. അതിനുശേഷം എക്സാലോജിക്കിലേക്ക്, അതായത് CMRLുമായി ബന്ധപ്പെട്ട ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ രേഖകൾ CMRL ഹാജരാക്കിയാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക്, വീണ വിജയൻ അടക്കമുള്ള അതിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം എത്തുമെന്ന സൂചന ED നേരത്തെ തന്നെ നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ CMRLുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. CMRLന്റെ ഭാഗം കൃത്യമായി ഹാജരാക്കാൻ, രേഖകൾ ഹാജരാക്കാൻ ശശിധരൻ കർത്തയ്ക്കോ CMRLുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സാധിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ തൊട്ടടുത്ത പടി എന്ന നിലയിൽ എക്സാലോജിക്കിലേക്ക് കൂടി, വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ. സുജയ, എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഇതിലിപ്പോൾ CMRLന്റെ MDക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എക്സാലോജിക്കൽ വീണ വിജയൻ അല്ലാതെ മറ്റാരെങ്കിലും വിളിപ്പിക്കേണ്ട ഘട്ടമുണ്ടോ? അതായത് ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചിട്ട് MDയിലേക്ക് എത്തുക എന്ന CMRLിൽ അനുവർത്തിച്ച നീക്കത്തിന്റെ ആവശ്യകത വരുമോ അലി, അതോ നേരിട്ട് വീണയിലേക്കായിരിക്കുമോ? ഇപ്പോൾ നിലവിൽ EDയുടെ നീക്കം അനുസരിച്ച് CMRLന്റെ തലപ്പത്തേക്ക് തന്നെ അന്വേഷണം എത്തിയിരിക്കുകയാണ്. MD ആയ ശശിധരൻ കർത്തയിലേക്ക് തന്നെ നേരിട്ടുള്ള അന്വേഷണം എത്തിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ആ അന്വേഷണത്തിന്റെ അടുത്ത പടി എന്ന നിലയിൽ വീണ വിജയനിലേക്ക് തന്നെ അന്വേഷണം എത്തുമെന്ന് വേണം കരുതാൻ സുജയ. കാരണം എക്സാലോജിക്കിന്റെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ആളെന്ന നിലയിൽ വീണ വിജയനിലേക്ക് തന്നെയാകും അടുത്ത ഘട്ടത്തിൽ അന്വേഷണം എത്തുക. ആ നിലയിലുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. നിലവിൽ CMRLുമായി ബന്ധപ്പെട്ട അന്വേഷണം MDയിലേക്ക് നേരിട്ടെത്തിയ സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം വീണ വിജയനിലേക്ക് കൂടി എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല സുജയ. അങ്ങനെ തന്നെ വേണം നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.